ബൈജു, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ ശേഖർ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത് ഈ അർജുൻ ദൌത്യവുമായി ബന്ധപ്പെട്ട ഇനി ഒരു സാധാരണ ഒരു മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊണ്ട് മണൽത്തിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നു. ആ ആഴത്തിലുള്ള മണൽത്തിട്ടകൾ തന്നെ കേന്ദ്രീകരിച്ച് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്ന് പറയുന്നത് ഡ്രഡ്ജിംഗ് യന്ത്രം തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായം ശേഖർ കുര്യാക്കോസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ നിർദ്ദേശം തന്നെയാണല്ലോ ജില്ലാ ഭരണകൂടത്തിന്റെയും അർജുന്റെ കുടുംബാംഗങ്ങളുമെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് യന്ത്രം എപ്പോഴെത്തിക്കും? അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള വിവരം എന്താണ്? പറഞ്ഞ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ യന്ത്രം കൊണ്ടുവരേണ്ടത് ഗോവയിൽ നിന്നാണ്. അത് പക്ഷേ ഇവിടെ എത്തിക്കുക ദുഷ്കരമാണ്. കാരണം ഈ റോഡ് മാർഗം എത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കൊങ്കൺ മേഖലയുടെ റെയിൽ തന്നെയാണ് അതിന്റെ പ്രശ്നം. ആ റെയിൽ കടന്ന് ഇത്രയും വലിയൊരു യന്ത്രം ഇവിടെ എത്തിക്കുക ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിക്കാനാണ് ആലോചിക്കുന്നത്. അപ്പോഴും ഒരു തടസ്സമുള്ളത് പുഴയ്ക്ക് കുറുകെ കൊങ്കൺ റെയിൽവേയുടെ ഒരു പാലം കടന്നു പോകുന്നുണ്ട്. ആ പാലം കടന്ന് ഈ യന്ത്രം ഇവിടെ എത്തിക്കുമെന്നൊക്കെയുള്ള ആലോചന നടക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി ഈ യന്ത്രം എത്തിക്കുമെന്നാണ് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ഒരു പക്ഷേ നീണ്ടുപോയേക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതൊന്നും കാത്തു നിൽക്കാതെ അത് മൽപേ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അനുകൂലമായ കാലാവസ്ഥ ലഭിച്ച സാഹചര്യത്തിൽ വളരെ ദ്രുതഗതിയിലുള്ള തെരച്ചിൽ നടത്തി എത്രയും പെട്ടെന്ന് അർജുൻ അരികിലേക്ക് എത്തുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളൊക്കെ ഈ രീതിയിലുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെയേറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇടിയും മഴയുമായിരുന്നു 2 ദിവസം മുമ്പ് ഇവിടെ അനുഭവപ്പെട്ടത്. പക്ഷേ അത് വെള്ളം ഏതെങ്കിലും ജലനിരപ്പ് ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. പക്ഷേ ഈ വെള്ളത്തിന്റെ കലക്ക് വന്ന നമുക്ക് അത് ദൃശ്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്നലെ ഉണ്ടായത്ര തെളിമ ഈ വെള്ളത്തിന് ഇല്ല എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഇനിയും വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ശക്തമായ മഴ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ രക്ഷാദൌത്യം പൂർണ്ണമായും നിലച്ചേക്കാം. അത് ഇനി എപ്പോൾ തുടരും എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നേക്കാം. ഏതായാലും ഇത് അവസാന ഘട്ട തിരച്ചിലാണെന്ന് ഇന്നലെ ജില്ലാ ഭരണകൂടം അധികൃതർ ഒക്കെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. MLA ഉൾപ്പെടെ പറഞ്ഞത് ഇത് അവസാന ശ്രമം എന്നാണ്. ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇനി നടക്കുന്നത്. അതുകൊണ്ട് സമയം ഏതായാലും ഡ്രഡ്ജർ വരുന്നതുവരെ കാത്തിരിക്കാൻ ഇവർ തയ്യാറല്ല. അതിനു മുമ്പ് തന്നെ പരമാവധി പരിശോധന നടത്തുക. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെളിയും മണ്ണുമൊക്കെ അടിഞ്ഞു കൂടിയ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയുള്ളത് ഈ ലോറി ലോറി പുറത്തേക്കെടുക്കാൻ കഴിയില്ലെങ്കിലും അവിടെ വലിയ തോതിലുള്ള മരങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഒരു പക്ഷേ ഉയർത്തുകയാണെങ്കിൽ, ഇതാണിപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള മരങ്ങൾ, അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മരങ്ങൾ ഒരുപക്ഷെ ഉയർത്തുകയാണെങ്കിൽ അവിടെ ആരുടെയെങ്കിലും ഈ കാണാതായ 3 പേരിൽ അർജുൻ ഉൾപ്പെടെ, നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമോ എന്നതാണ് ഇവർ തേടുന്നത്. ലോറിയുടെ ക്യാബിനകത്താണ് അർജുൻ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ടെങ്കിലും ഇതും കൂടി ഇവർ പരിശോധിക്കുകയാണ്. ഈ ഒരു പക്ഷേ ഈ സ്ഥലത്ത് തന്നെയായിരിക്കാം ഈ അപകടം നടന്ന ഏറ്റവും കൂടുതൽ, ഈ അപകടത്തിന്റെ വ്യാപ്തി ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു പ്രദേശമാണ് ഇപ്പോൾ നേവിയുടെ. ബൈജു, അതിനകത്തൊരു കാര്യം ബൈജു പറയുന്ന പോലെ തന്നെ ബൈജു, ഇത് അവസാനഘട്ട തെരച്ചിലാണെന്ന് കർണാടക അധികൃതർ, ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ബൈജു പറഞ്ഞ പോലെ തന്നെ ക്യാബിനകത്ത് അല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് തെരച്ചിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതീക്ഷ പുലർത്താനാകും? കാരണം ഈ പറഞ്ഞ പോലെ മരത്തിനകത്തോ മണ്ണിനകത്തോ കുടുങ്ങുകയാണെങ്കിൽ പോലും ഈ സംഭവം നടന്നിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ 1 മാസത്തിനു ശേഷം അത് കണ്ടുപിടിക്കാനുള്ള സാധ്യത തുലോം കുറവല്ലേ? അതുകൂടി ഈ മുങ്ങൽ വിദഗ്ധരടക്കം മനസ്സിൽ വിലയിരുത്തുന്നുണ്ടാവില്ലേ? ക്യാബിനകത്തല്ല അർജുൻ ഉള്ളതെങ്കിൽ പിന്നെ അന്വേഷണം അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് എന്ത് പ്രതീക്ഷ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്? തീർച്ചയായും അപർണ, അത് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം, അതായത് ഇവർ പറയുന്നത് മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അവശിഷ്ടം ലഭിക്കുമോ എന്നതാണ്. കാരണം അവർക്ക് അത്തരത്തിൽ അവസാനമായ ഒരു നോക്കുകയാണ്. അത് ഏത് അവസ്ഥയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഏത് അവസ്ഥയിലായിരിക്കും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉള്ളത്, അതൊക്കെ വലിയ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോഴും അവസാന പരിശ്രമം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു വിവരം എന്തെങ്കിലും ഇത്
ലഭിക്കുമോ എന്നാണ്. കാരണം ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എല്ലാ സംഘാംഗങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായ SDRF-ഉം NDRF-ഉം ഒക്കെ ഈ നേവിക്ക് സമീപം ഒരേ സ്ഥലം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു. മാൽപ്പയുടെ സംഘത്തെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവർ ഒരുങ്ങുകയാണ് ആ ആഴങ്ങളിലേക്ക് എത്താനായി. അതിനു മുമ്പ് പ്രധാനപ്പെട്ട സോണാർ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നേവി അത്തരത്തിലൊരു പരിശോധന നടത്തിയതിനു ശേഷം എന്തെങ്കിലും വസ്തുക്കൾ കാര്യമായി അവിടെ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അത് ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട്. ആ കയറാണ് ഇപ്പോൾ അവർ മാർക്ക് ചെയ്തത് നമുക്ക് കാണാം. ആ കയർ മാറ്റി അതേ സ്ഥലത്ത് അവിടെ ഒരുപാട് മരങ്ങളുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയതും ഈശ്വർ മൽപ്പ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ആ മരങ്ങൾ ഉൾപ്പെടെ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ അപർണ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നേക്ക് ഒരു മാസമായിരിക്കുന്നു. അത് ഏത് അവസ്ഥയിലായിരിക്കും ഒന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥ. എന്തായാലും അവസാന പരിശ്രമം എന്ന നിലയിലുള്ള ഒരു തിരച്ചിൽ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാൻ ഇനി സമയമില്ല. ഡ്രെഡ്ജർ അത് എത്തിക്കാൻ പറ്റുമോ അത് ഒക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് എത്തിക്കുമെന്ന് അധികൃതർ പറയുന്നെങ്കിലും അതിപ്പോഴും ഒരു നിശ്ചയമായിട്ടില്ല. ഏത് രീതിയിലാണ് ഇത്രയും വലിയൊരു യന്ത്രം ഇവിടെ എത്തിക്കുക, ഈ ശിരൂർ പുഴയിലേക്ക് എത്തിക്കുക എന്നത് അതിനെക്കുറിച്ച് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അതിനൊരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്നാൽ അതൊന്നും കാത്തു നിൽക്കാതെ അതിലൊരു ആശയക്കുഴപ്പം കൂടി നമ്മൾ കാണുന്ന ഇത് ഉറ്റുനോക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതുകൂടിയാണ് അറിയേണ്ടത്. കാരണം അർജുന്റെ കുടുംബം ഉറച്ചു നിൽക്കുന്നത് ഡ്രഡ്ജിംഗ് യന്ത്രം വരണം എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത ഒരു മാസത്തിനു ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് ഡ്രഡ്ജിംഗ് യന്ത്രം വരാതെ അതിൽ നമുക്ക് പ്രതീക്ഷ മാത്രമാണ് അർപ്പിക്കാൻ പറ്റുക. കൃത്യമായിട്ട് ഒരു സ്ഥിരീകരണത്തിൽ എത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് 50 ലക്ഷം രൂപയോളം ചെലവ്, അതിന് 22 ലക്ഷം തന്നെ ട്രാൻസ്പോർട്ടേഷന് വരുന്നു എന്ന് പറയുന്നു. എത്തിക്കും ഡ്രഡ്ജിംഗ് യന്ത്രം എന്ന് കർണാടക അധികൃതർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അത് സ്ഥിരീകരിക്കാനാവുന്നില്ല. തിങ്കളാഴ്ചയോടെയെങ്കിലും ഈ ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കുമെന്ന് സ്ഥിരീകരിക്കാനാവുന്നില്ല ഇപ്പോഴും എന്നാണോ ബൈജു പറയുന്നത് ഷെഡ്യൂളിൽ നിന്ന്? തീർച്ചയായും അത്രത്തോളം ദിവസം ഇനി കാത്തിരിക്കാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലൊക്കെയുള്ള തെരച്ചിൽ നടക്കുന്നത്. നമുക്ക്